പ്രയത്നം ചെയ്തും വലുതാക്കുന്നതാണ്. നല്ല പ്രവർത്തനം എന്ന നിലയിൽ ലാൻഡ്മാർക്ക് ഫ്രാഞ്ചൈസിക്ക് വലിയ പ്രസക്തിയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സ്ഥാപനം മാനൂർ വനിതാ സഹകരണ സംഘം തുടങ്ങുന്ന ഈ സംരംഭം നല്ല നിലയിൽ വിജയിക്കുമെന്നതിൽ സംശയമില്ല. പക്ഷെ എനിക്ക് നിങ്ങളുടെ മുമ്പിൽ പറയാനുള്ള ഒരു കാര്യം, ഇത് ജനങ്ങൾ മനസ്സിലാക്കുന്നില്ല. ഇതിന്റെ വിശദാംശങ്ങൾ എന്താണെന്ന് ജനങ്ങൾക്ക് പെട്ടെന്ന് അറിയാൻ കഴിയില്ല. അപ്പൊ നിങ്ങളുടെ ഓഫീസിലും ഈ ചുറ്റുപാടുകളിലും മാത്രമായി നിങ്ങൾ ഒതുങ്ങി നിന്നാൽ ഇതിന്റെ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിയില്ലെങ്കിൽ ഇതിന് വിലക്കുറവുണ്ട്, അല്ലെങ്കിൽ ക്വാളിറ്റിയുള്ള സാധനങ്ങൾ കമ്പനിയിൽ നിന്ന് നേരിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്ത് വില കുറച്ച് കൊടുക്കുന്ന ഒരു വലിയ സംരംഭമാണ് ഈ ലാൻഡ്മാർക്ക് ഫ്രാഞ്ചൈസി എന്നുള്ള കാര്യം ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുന്ന പ്രചരണ പരിപാടികൾ, ക്യാമ്പയിനുകൾ കൂടി നിങ്ങൾ ചെയ്തെങ്കിൽ മാത്രമേ ഇക്കാര്യങ്ങൾ ജനങ്ങൾക്ക് മനസ്സിലാക്കാനും നിങ്ങളിലേക്ക് സ്ഥാപനത്തിലേക്ക് കൂടുതൽ ആളുകൾ കടന്നു വരാനും ഇടവരികയുള്ളൂ എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ചും ഇത് ഇന്ന് പരസ്യത്തിന്റെയും പ്രചരണത്തിന്റെയും ഒരു കാലഘട്ടമാണ്. ഏത് മോശം സാധനം ഈ രാജ്യത്തെ ജനങ്ങൾ ഇപ്പോ ചെന്ന് മേടിക്കുന്നത് നമുക്കറിയാം. അത്ഭുതകരമായ ഒരു സുവിശേഷം. കേരളം കൂടെ സാക്ഷരതയുള്ള പ്രബുദ്ധമായ നമ്മുടെ നാട്ടിൽ പോലും പരസ്യങ്ങൾക്ക് ഇത്രയേറെ സ്വാധീനം ചെലുത്താൻ കഴിയുമെന്ന് പറയുമ്പോൾ അതിൽ ആളുകൾ ഒന്നും ചിന്തിക്കും, മറ്റൊന്നിനെ കുറിച്ചും ചിന്തിക്കാതെ ഇത് 2 പ്രാവശ്യം കേട്ടാൽ 3 പ്രാവശ്യം കേട്ടാൽ 100 പ്രാവശ്യം കേട്ടാൽ പിന്നെ പറയേണ്ട കാര്യമില്ല. ആളുകൾ ഇങ്ങോട്ട് പറയിക്കും. നമ്മൾ വല്ലതും അതിന് യാഥാർത്ഥ്യം തിരിച്ചു മനസ്സിലാക്കി പറഞ്ഞാൽ പോലും ആരും സമ്മതിക്കില്ല. പക്ഷേ എനർജിയുടെ കാര്യത്തിൽ PM ജയിക്കുമായുള്ള ബന്ധവും മറ്റു കാര്യങ്ങൾ കൊണ്ടും ഒക്കെ അവിടെ പങ്കെടുക്കുക എന്നുള്ളത് തന്നെയാണ് എല്ലാവരും ചെയ്യുന്നത്. പക്ഷെ എങ്ങനെയാണ്, ഞാൻ കോളേജായിട്ട് 3 ഉദ്ഘാടനമായിട്ടുണ്ട്. എല്ലാം സ്ഥാപനങ്ങളാണ്. ഗ്രാമപഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റ്, പ്രിയമുള്ള ഗ്രാമപഞ്ചായത്ത് മെമ്പറുമായ CM ജോർജ്, ഈ ചടങ്ങിലേക്ക് ക്ഷണിക്കപ്പെട്ടിട്ടുള്ള വനിതാ സഹകരണ സംഘത്തിന്റെ സെക്രട്ടറി ശ്രീമതി ജെസിക്കും, സംഘത്തിലെ പ്രതിനിധികളെ, പ്രിയമുള്ള സംഘം പ്രസിഡന്റായിരിക്കുന്ന ശ്രീമതി സോഫി സണ്ണിയും, അതുപോലെ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസിസിബിയും, മാനൂർ വനിതാ സഹകരണ സംഘം യാഥാർത്ഥ്യമാക്കുവാനും ഇത് തുടക്കം കുറിക്കുവാനും സാധ്യതയുണ്ടായത് എന്ന് നേരത്തെ സൂചിപ്പിക്കുകയും